Hi learners, welcome to I Plus Training Solutions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊമേഴ്സിന്റെ കഴിഞ്ഞ ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിന്റെ ബാലൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തിടത്തോളം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഈസി ആയിട്ട് തോന്നുന്നില്ലേ? മോഡറേറ്റ് ടു ഈസി ലെവലായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ബാലൻസ് ചോദ്യങ്ങൾ നോക്കിക്കേ. ഓക്കെ, ഇതൊരു മാച്ച് ദി ഫോളോയിങ് ആണ്. ഇത് നമ്മുടെ ഇൻകം ടാക്സിൽ നിന്നുമാ. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര സിമ്പിളാ അല്ലെ? വളരെ സിമ്പിൾ. സാധാരണഗതിയിൽ ഇൻകം ടാക്സിൽ നിന്നൊക്കെ സെക്ഷൻസിന്റെ അകത്തുള്ള സബ്സെക്ഷൻസ് ഒക്കെ എടുത്തും നമ്മൾ നോക്കാത്ത കുറെ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറെ റേറ്റുകളും ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ? നമ്മൾ പഠിക്കാറില്ല അതൊന്നും. പൊതുവെ നമ്മൾ എന്ത് ചെയ്യാറില്ല, അത്രയും ഇൻഡെപ്ത് ആയിട്ട് പോയി പഠിക്കാറില്ല. അങ്ങനെ ആയിരുന്നു ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. പക്ഷെ ഈ പ്രാവശ്യം നമ്മുടെ ഡിഡക്ഷൻസ് ചാപ്റ്റർ 6A വരുന്ന ഡിഡക്ഷൻസ് ജസ്റ്റ് സെക്ഷൻസ് മാത്രം ഒന്ന് മാച്ച് ചെയ്താൽ മതി. അതിന്റെ റേറ്റുകൾ പോലും അല്ലെങ്കിൽ എക്സംഷൻ ലിമിറ്റുകൾ പോലും അല്ല ചോദിച്ചേക്കുന്നത്. ഇത് വളരെ എളുപ്പമല്ലേ? ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഏതാ വരുന്നത്? 80D ആണല്ലേ. ദെൻ ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഏത് വരും? 80U വരും. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ 80E ആണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു അഗ്നിപത് സ്കീം 80CCH. അപ്പൊ 80C മുതൽ 80U വരെയുള്ള നമ്മുടെ ചാപ്റ്റർ 6A വരുന്ന ഡിഡക്ഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും അല്ലെ? വളരെ എളുപ്പമാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ 3 A2 B3 C4 ആൻഡ് D1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം. 80D എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിന് കിട്ടുന്ന ഡിഡക്ഷൻസ് അല്ലേ? ഒരു അസസിക്ക് വേണ്ടിയിട്ടോ ഫാമിലിക്കോ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയംസും മെഡിക്കൽ എക്സ്പെൻഡിച്ചറുകളും പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിനും ഒക്കെ വേണ്ടിയിട്ട് എക്സ്പെൻസുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ലിമിറ്റുകൾ പറയുന്നുണ്ട് അല്ലേ? പല പല ലിമിറ്റ്സ് ഉണ്ട്, അതിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. സെക്ഷൻ 80U എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് ആ ടാക്സ് പെയർ തന്നെ ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ 80U പ്രകാരം ഡിഡക്ഷൻ കിട്ടും. 80U പ്രകാരം ഡിഡക്ഷൻ എടുത്താൽ 80DD പ്രകാരം പിന്നെ ഡിഡക്ഷൻ ഈ വ്യക്തിയുടെ പേരിൽ മറ്റൊരാൾക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ 80U കിട്ടുന്ന ഡിഡക്ഷൻ ലിമിറ്റുകൾ അറിയാമോ? നമുക്കറിയാം. നോർമൽ ഡിസബിലിറ്റി 40 to 80% ആണെങ്കിൽ 75,000, സിവിയർ ഡിസബിലിറ്റി അതായത് 80% മുകളിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 1,25,000 അവർ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്, ഫ്ലാറ്റ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇനി ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എടുക്കുന്ന ലോണുകൾ 80E പ്രകാരം എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും അല്ലെ? ഫുൾ എമൗണ്ട് മാക്സിമം 8 ഇയറിലേക്ക് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ദെൻ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു അഗ്നിപത് സ്കീം സെക്ഷൻ 80CCH. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ഫോർ മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റ് ഓഡിറ്റിനെ പറ്റിയിട്ടാണ് അല്ലേ? നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. മാനേജ്മെന്റ് ഓഡിറ്റിൽ ഏതാണ് ഇൻകറക്റ്റ്? അവിടെയും ശ്രദ്ധിച്ചോണം, ഇൻകറക്റ്റ് എന്നാ ചോദിച്ചേക്കുന്നത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം മാനേജ്മെന്റ് ഓഡിറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് അല്ല. അത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാം, ഒന്നും പഠിച്ചില്ലേ പോലും അറിയാം അല്ലെ? മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ല. അപ്പൊ പിന്നെ അത് തന്നെയല്ലേ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇവിടെ പറഞ്ഞേക്കുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. So management audit is a comprehensive and critical review of all aspects of management process. ശരിയാണല്ലോ. Then management audit cover wide area of management activity and maybe for more than one financial year. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഷെയർഹോൾഡേഴ്സ് ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ അപ്പോയിന്റ് ദി മാനേജ്മെന്റ് ഓഡിറ്റർ. അപ്പൊ ഇവിടെ ബാക്കിയൊന്നും നോക്കണ്ട, ഇത് തന്നെ കണ്ടാൽ തന്നെ നമുക്കറിയാം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേ അല്ല. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ദ റോങ് ആൻസർ. സോ മാനേജ്മെന്റ് ഓഡിറ്റ് എന്താണെന്ന് നോക്കിക്കേ. ഇറ്റ്സ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് അണ്ടർ കമ്പനീസ് ആക്ട്. ഇറ്റ് ഈസ് വോളണ്ടറി. സ്റ്റാറ്റ്യൂട്ടറി അല്ല, വോളണ്ടറി ആണ്. കമ്പനീസ് അവർക്ക് വേണമെങ്കിൽ അവർ നടത്തിയാൽ മതി അല്ലെ? ആൻഡ് അണ്ടർടേക്കൺ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ യൂഷ്വലി ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ദി വർക്കിംഗ് ഓഫ് കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിംഗ് റിക്വയർ classification of balance sheet into monetary items and non-monetary items. കറന്റ് പർച്ചേസിംഗ് പവർ ഉണ്ടല്ലോ, കറന്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിംഗ് പ്രകാരം അവിടെ നമ്മുടെ അസറ്റുകളെ മോണിറ്ററി അസറ്റുകളെന്നും നോൺ മോണിറ്ററി അസറ്റുകളെന്നും തരംതിരിക്കും. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ മോണിറ്ററി ഐറ്റം ആസ് പെർ കറന്റ് പർച്ചേസിംഗ് പവർ? കറന്റ് പർച്ചേസിംഗ് പവർ പ്രകാരം നോൺ മോണിറ്ററി ഐറ്റം ഇതിലേതാണ്?
അപ്പൊ കറണ്ട് പർച്ചേസിംഗ് പവർ പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊരു കാര്യം, കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്ങിനെ പറ്റി ഒന്നും ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. നോക്കിക്കേ, നമ്മൾ സാധാരണ ഡയറക്ട്ലി നമ്മൾ നേരിട്ട് അല്ലാതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, മോണിറ്ററിയും നോൺ മോണിറ്ററിയും നമ്മൾ എന്താ പറയുന്നത്? മോണിറ്ററി എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. നോൺ മോണിറ്ററി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചു വെക്കാറുള്ളത്. അപ്പൊ ഇവിടെ ക്യാഷും ഡിബഞ്ചറും ഡെപ്റ്റേഴ്സും ഇൻവെന്ററിയും എല്ലാം ക്യാഷിന്റെ ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതല്ലേ? അപ്പൊ പിന്നെ ഇതെല്ലാം മോണിറ്ററി ആണ്. പിന്നെ എങ്ങനെയാ ഇതിനെ നോൺ മോണിറ്ററി ചെയ്ത് വരും? അപ്പൊ ഇനിയും നമുക്കിതിനെ കറണ്ടും നോൺ കറണ്ടിന്റെയും ബേസിലാക്കിയാലോ എന്നൊക്കെ ചിന്തിക്കും അല്ലെ? നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും എക്സാമിന് ഇരുന്നപ്പോ. ക്യാഷും ഡെപ്റ്ററും ഇൻവെന്ററിയും കറണ്ട് അസറ്റാ. ഡിബഞ്ചർ ഒരു ഫിക്സഡ് ആണ് അല്ലെ, ഒരു ഫിക്സഡ് ലൈബിലിറ്റീസ് ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഡിബഞ്ചർ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്ങിന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടതെന്ന് എടുത്തു പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ് പ്രകാരം ഇപ്പൊ ഇവിടെ ആൻസർ ഇൻവെന്ററി ആണ് കേട്ടോ. ഇൻവെന്ററി എങ്ങനെയാ വന്നേ നോക്കാം. കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ഐറ്റംസ് എന്നും നോൺ മോണിറ്ററി ഐറ്റംസ് എന്നും ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്തിന്റെ ബേസിലാണെന്ന് അറിയാമോ? ആ എമൗണ്ടുകൾ ഫിക്സഡ് ആയിരിക്കും. എമൗണ്ടുകൾ ഫിക്സഡ് ആണെങ്കിൽ അത് ഫിക്സഡ്, അതിൽ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിലാണ് അത് മോണിറ്ററി ഐറ്റം ആകുന്നത്. ഇപ്പോ ഇൻഫ്ലേഷൻ ഫിക്സ്ഡ് ഇൻ മോണിറ്ററി ടേംസ് ആൻഡ് അഫക്റ്റഡ് ബൈ ഇൻഫ്ലേഷൻ. ഇപ്പൊ സിംപ്ലി ഇത്രയേ ഉള്ളൂ. മോണിറ്ററി ടേംസിൽ ഫിക്സഡ് ആക്കി വെച്ചേക്കുന്ന ഐറ്റംസ് ഉണ്ട്, ഫിക്സഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്യാഷ്, ഡെപ്റ്റർ, ക്രെഡിറ്റർ, ലോൺ എന്നൊക്കെ പറയുന്നത് ഫിക്സഡ് അല്ലേ? അതായത് അതിന്റെ എമൗണ്ട് ചേഞ്ച് ആകത്തില്ലല്ലോ. പിന്നീട് ഡെപ്റ്റേഴ്സിന് 25,000 കൊടുക്കാനുണ്ട്. ഈ വർഷം അവസാനം 25,000 തന്നെ, ഈ വർഷം 25,000 തന്നെ. അതിന്റെ എമൗണ്ടിൽ മാറ്റം വരുന്നില്ല അല്ലെ? ഇൻഫ്ലേഷൻ അഫക്ട് ചെയ്യും, പക്ഷെ ആ എമൗണ്ടുകൾ നമുക്ക് മാറുന്നില്ലല്ലോ. ദെൻ ക്യാഷ്, ഡെപ്റ്റർ, ക്രെഡിറ്റർ, ലോണുകൾ, ഡിബഞ്ചറുകൾ. നമ്മൾ 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, 5 വർഷം കഴിഞ്ഞ് റെഡീം ചെയ്യും. 5 വർഷം കഴിയുമ്പോഴും 2 ലക്ഷം എന്ന് തന്നെയല്ലേ? നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ആ ഒരു എമൗണ്ടിൽ മാറ്റം വരുന്നില്ല, 2 ലക്ഷം തന്നെയാണ്. അത് ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് ഇൻ മണി ടേംസിൽ ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ മോണിറ്ററി ഐറ്റം എന്ന് പറയും. നോൺ മോണിറ്ററി ഐറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഫിക്സ്ഡ് ഇൻ മണി ടേംസ്, ഇറ്റ്സ് വാല്യൂ ചേഞ്ച് വിത്ത് പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാകുന്നെങ്കിൽ അതിനെ നോൺ മോണിറ്ററി കാറ്റഗറിയിലേക്ക് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ കറണ്ട് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ് പ്രകാരം എന്താണ് മോണിറ്ററി, എന്താണ് നോൺ മോണിറ്ററി എന്നൊരു കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നോൺ മോണിറ്ററി എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ നമുക്ക് പ്രൈസ് ലെവലിലൊക്കെ മാറ്റം വരുമ്പം അതിന്റെ വാല്യൂ ചേഞ്ച് ആകും, ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കത്തില്ല. അതിനെ നോൺ മോണിറ്ററി ഐറ്റംസ് എന്ന് പറയും. ഓക്കെ, വാല്യൂ ചേഞ്ച് ആകുന്ന ഐറ്റംസ്. മോണിറ്ററി എന്ന് പറഞ്ഞാൽ വാല്യൂ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഐറ്റംസ് ആയിരിക്കും. ഇവിടെ നോൺ മോണിറ്ററിയിൽ ലാൻഡും ബിൽഡിങ്ങും ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ. ലാൻഡ് നമ്മളത് വാങ്ങിയ വില എത്രയാണോ ആ വിലയായിരിക്കും ഇപ്പോൾ അതിന്റെ വാല്യൂ. ചേഞ്ച് ആകത്തില്ലേ? ഇപ്പൊ അതിന്റെ വാല്യൂ ചേഞ്ച് ആകും. ഇപ്പൊ നമ്മളത് വിൽക്കുമ്പോൾ നമുക്ക് വേറെ വിലയാ കിട്ടുന്നത്, വാങ്ങിയ വിലയല്ല. അതേപോലെ ഇൻവെന്ററി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതൊക്കെ വാല്യൂവിൽ ചേഞ്ച് സംഭവിക്കും. ടൈം കഴിയുന്തോറും വാല്യൂ ഇങ്ങനെ ചേഞ്ച് ആകും. അതുകൊണ്ടാണ് അതിനെ നോൺ മോണിറ്ററി ഐറ്റം എന്ന് പറയുന്നത്. ഇൻവെന്ററി നമ്മുടെ സ്റ്റോക്ക് നമ്മൾ പറയത്തില്ലേ, അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവറിൽ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നു എന്നൊക്കെ. അപ്പൊ ഈ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന മാറ്റം അഫക്ട് ചെയ്യും. അതനുസരിച്ച് ഇതിന്റെയും വാല്യൂസ് അഫക്ട് ചെയ്യുമെങ്കിൽ അതാണ് നോൺ മോണിറ്ററി ഐറ്റംസ്. പക്ഷേ ഈ മോണിറ്ററി ഐറ്റംസ് നോക്കിക്കേ, ക്യാഷ്, ഡെപ്റ്റർ, ക്രെഡിറ്റർ, ലോണ്, ഇതൊന്നും ചേഞ്ച് ആകുന്നില്ലല്ലോ. പ്രൈസ് ലെവൽ ചേഞ്ച് അനുസരിച്ച് ചേഞ്ച് ആകത്തില്ല. ക്യാഷും ഡെപ്റ്റേഴ്സ് നമുക്ക് കിട്ടാനുള്ളതാ. അവര് നമുക്ക് ഇപ്പൊ പ്രൈസ് ലെവൽ എങ്ങനെ മാറിയാലും 50,000 രൂപ തരാനുള്ളവര് 5 വർഷം കഴിഞ്ഞു 50,000 തന്നെ തരണം. അതേപോലെ ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുക്കാനുള്ളത് 1 ലക്ഷം കൊടുക്കാനുണ്ടെങ്കിൽ അത് എപ്പോഴാണെങ്കിലും 1 ലക്ഷം തന്നെയല്ലേ കൊടുക്കണ്ടേ. ലോണുകളുണ്ട്, ഡിബഞ്ചറുകളുണ്ട്, ഇതെല്ലാം ഫിക്സഡ് ആണ്. മോണിറ്ററി ടേംസിൽ ഫിക്സഡ് ആണ്. പ്രൈസ് ലെവൽ ചേഞ്ച് ഇതിനെ അഫക്ട് ചെയ്യത്തില്ല. എന്നാൽ നോൺ മോണിറ്ററി എന്ന് പറയുമ്പോൾ ലാൻഡും ബിൽഡിങ്ങും ഇൻവെന്ററിയും പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഒക്കെ നമ്മൾ ഓരോ വർഷവും റീവാല്യൂ ഒക്കെ ചെയ്യും. അപ്പൊ അതിന്റെ വാല്യൂവിലൊക്കെ ചേഞ്ചുകൾ വരും അല്ലെ, ചേഞ്ചുകൾ വരും. പ്രൈസ് ലെവലിൽ മാറ്റം വരുന്നതനുസരിച്ച് ഇതിന്റെയൊക്കെ വാല്യൂസ് ചേഞ്ച് ആകും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ക്യാഷ്, ഡിബഞ്ചർ, ഡെപ്റ്റേഴ്സ് ഒക്കെ എപ്പോഴും ഒരേ എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും.
പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന മാറ്റം ഇവരെ അഫക്ട് ചെയ്യത്തില്ല. ഇൻവെന്ററി അങ്ങനെയല്ല. സ്റ്റോക്കിന്റെ പ്രൈസ് മാർക്കറ്റ് പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻവെന്ററിയുടെ വാല്യൂ വ്യത്യാസം വരും. അതാണ് ഇൻവെന്ററീസ് നമുക്കിവിടെ ഏതിൽ വന്നത്, നോൺ മോണിറ്ററി ആയിട്ട് വന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നെക്സ്റ്റ്, ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിക്കേ, എത്ര സിമ്പിളാ. ഇത്രയും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അത്രയ്ക്ക് ബേസിക് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി വെയർ പാർട്ട് ഓഫ് നാഫ്ത? നാഫ്തയുടെ പാർട്ടായിട്ടുള്ളത് ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ. നോർത്ത് അമേരിക്കൻ കൺട്രീസ് ആണ് US, കാനഡ ആൻഡ് മെക്സിക്കോ. നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയയിൽ ഏതൊക്കെയാണ് വരുന്നത്? US-ഉം കാനഡയും മെക്സിക്കോയും അല്ലേ? A, B ആൻഡ് C ഓൺലി. സോ നാഫ്തയുടെ മെമ്പേഴ്സ് US, കാനഡ, മെക്സിക്കോ ആണ്. Came into force in 1st January 1994 ആണ്. ഇയർ ഓർത്ത് വെച്ചോണം. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നാഫ്ത രൂപീകരിച്ചത്? റിമൂവ് ട്രേഡ് ബാരിയർ ബിറ്റ്വീൻ 3 countries. ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബാരിയർ റിമൂവ് ചെയ്യാനും അവർക്ക് തമ്മിൽ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഫ്രീ ആയിട്ട് നടത്താനും ഫെയർ കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് നാഫ്ത. It covered goods, services, intellectual property and dispute resolution mechanisms. ഇനി നാഫ്തയിൽ വന്നിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് 1st July 2020 ഈ നാഫ്ത എന്ന് പറയുന്നതിനെ എന്ത് റീപ്ലേസ് ചെയ്തു? നാഫ്ത മാറി അത് USMCA ആയി. USMCA നാഫ്തയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് USMCA വന്നു. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ് എന്ന് പറയും. നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് മാറി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ് എന്ന് പറയുന്ന USMCAയിലേക്ക് മാറി അല്ലെ. അതാണ് നാഫ്തയെ റീപ്ലേസ് ചെയ്തു 2020. ഓക്കെ അല്ലേ. നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇതും എത്ര ബേസിക് ആണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ കട്ട് ഓഫ് ഇത്രയും കൂടിയത് കേട്ടോ. അല്ലാതെ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. കട്ട് ഓഫ് നമുക്ക് ഒരിക്കലും കടക്കാൻ പറ്റാത്ത ഹയസ്റ്റ് ലെവൽ, പീക്ക് ലെവലിലേക്ക് ഇങ്ങനെ കട്ട് ഓഫ് വെച്ചാൽ നമ്മൾ എങ്ങനെ നമുക്ക് JRF കിട്ടും എന്നൊക്കെ ചിന്തിക്കത്തില്ലേ? അത് പേടിക്കണ്ട. കാരണം നോക്കിക്കേ, ഈ ചോദ്യങ്ങളുടെ നിലവാരം ഇങ്ങനെ സിമ്പിൾ ആകും തോറുമാണ് കട്ട് ഓഫ് കൂടുക. ഇതൊക്കെ എല്ലാവരും ആൻസർ ചെയ്യും. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസാ. അപ്പൊ പിന്നെ എല്ലാവർക്കും ഒരു നോർമൽ ലെവൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 80, ഇപ്പൊ 100 ചോദ്യത്തിൽ ഒരു 70 എണ്ണവും സിമ്പിൾ ആണെങ്കിൽ ആ 70 എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റത്തില്ലേ? ഇനി അതിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിച്ചവർക്കാണ് ഈ പറയുന്ന കട്ട് ഓഫുകൾ കടക്കാൻ പറ്റുന്നത്. ജനറൽ ലെവലിൽ ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് ഇങ്ങനെ കൂടുന്നത്. അതായത് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് കട്ട് ഓഫ് കൂടുന്നത്. അപ്പൊ നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ ആവണ്ട. കാരണം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ പിന്നെ നമുക്കും അത് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടുക. അതിന് മുകളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന JRFലേക്ക് എത്താൻ പറ്റുന്നത്. ഓക്കെ, സോ നോട്ട് ആൻ എലമെന്റ് ഓഫ് മൈക്രോ എൻവയോൺമെന്റ്. നോട്ട് ആണ് മൈക്രോ എൻവയോൺമെന്റിന്റെ ഭാഗമല്ലാത്തത്. ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ പഠിക്കും. മൈക്രോയും മാക്രോയും ഒക്കെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുന്നതല്ലേ. കസ്റ്റമർ, സപ്ലയർ, കോമ്പറ്റീറ്റർ ഒക്കെ ഏതാ? മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നതാണ്. ടെക്നോളജി മാത്രം മാക്രോയാണ്. നമുക്കറിയാം അല്ലെ, മാക്രോയാണ്. നോക്കിക്കേ, ബിസിനസ് എൻവയോൺമെന്റില് മൈക്രോ എൻവയോൺമെന്റ് ആണ്. സപ്ലയർ, ഡിസ്ട്രിബ്യൂട്ടഡ്, കസ്റ്റമർ, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ മൈക്രോ എൻവയോൺമെന്റിൽ വരും. ഇനി മാക്രോയാണ്. അതായത് ബിസിനസ് എൻവയോൺമെന്റിനെ നമുക്ക് ഇന്റേണൽ എന്നും എക്സ്റ്റേണൽ എന്നും തരംതിരിക്കാം. എക്സ്റ്റേണലിനെ നമുക്ക് മൈക്രോ എന്നും മാക്രോ എന്നും തരംതിരിക്കാം അല്ലെ. അതിൽ മൈക്രോയിൽ വരുന്നതാണ് സപ്ലയർ, ഡിസ്ട്രിബ്യൂട്ടഡ്, കസ്റ്റമർ, കോമ്പറ്റീറ്റർ. മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന എന്തൊക്കെയാ? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഓർ കൾച്ചറൽ ഫാക്ടേഴ്സ് എല്ലാം ഏതാ? മാക്രോ എൻവയോൺമെന്റ് ആണ് അല്ലെ. അപ്പൊ ടെക്നോളജി എന്ന് പറയുന്നത് മാത്രം മാക്രോയിൽ വരുന്നതാണെന്ന് നമ്മൾ കണ്ടു. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. എ ടൈപ്പ് ഓഫ് വാലിഡിറ്റി വിച്ച് ഡെമോൺസ്ട്രേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കോർ ഓൺ എ സിലക്ഷൻ പ്രൊസീജിയർ ആൻഡ് ജോബ് പെർഫോമൻസ്. ഇവിടെ നമുക്ക് സെലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം കുറച്ച് സമയം എടുക്കും നമ്മൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് നോക്കണമെങ്കിൽ. നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കോർ ഓൺ എ സിലക്ഷൻ പ്രൊസീജിയർ ആൻഡ് ജോബ് പെർഫോമൻസ്. ഈ സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടല്ലേ, എംപ്ലോയീസിനെ നമ്മൾ ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ പല പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പം എക്സാമുകൾ നടത്തും, ക്വാളിറ്റി ടെസ്റ്റും ക്വാളിറ്റി ടെസ്റ്റുകളുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്, നോളജ് ടെസ്റ്റുകളുണ്ട്, സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ പല ടെസ്റ്റുകൾ നടത്തിയിട്ടൊക്കെ അല്ലേ എംപ്ലോയീസിനെ നമ്മൾ പല ഓർഗനൈസേഷനും റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വിച്ച് ടൈപ്പ് ഓഫ് വാലിഡിറ്റി ഡെമോൺസ്ട്രേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കോർ ഓൺ എ സിലക്ഷൻ പ്രൊസീജിയർ ആൻഡ് ജോബ് പെർഫോമൻസ്.
ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ സ്കോറും ജോബ് പെർഫോമൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് വാലിഡിറ്റിയിലാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? ടെസ്റ്റ് വാലിഡിറ്റി ആണോ, ക്രൈറ്റീരിയൻ വാലിഡിറ്റി, കണ്ടന്റ് വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി? ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആണ് കറക്റ്റ് ആൻസർ. ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്തുകൊണ്ടാന്ന് നോക്കാം. നമുക്ക് ഓരോന്നൊന്ന് നോക്കി പോകാം. ടെസ്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വെൽ വാലിഡിറ്റി ആണ്, അതായത് എത്രത്തോളം വാലിഡ് ആണ്. ഇപ്പൊ നമ്മളൊരു ടെസ്റ്റ് നടത്തി, അത് എത്രത്തോളം വാലിഡ് ആണ് എന്ന് നോക്കുന്നതല്ലേ വാലിഡിറ്റി ടെസ്റ്റുകൾ. ഇപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയെങ്കിൽ അത് എത്രത്തോളം വാലിഡ് ആണ്, അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റിയോ, ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്ന് ഏറ്റവും മാർക്ക് കൂടിയവരെ നമ്മൾ എടുക്കുമ്പോൾ അത് അത്രയും ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ തന്നെയാണോ, നമ്മുടെ ആ ടെസ്റ്റ് പ്രോപ്പർ ആയിരുന്നോ എന്നൊക്കെ നോക്കുന്നതാണ് ഈ ടെസ്റ്റ് വാലിഡിറ്റീസ്. സോ ടെസ്റ്റ് വാലിഡിറ്റി measure how well a test measure what it is intended to measure. It is an overall term that include criterion, content and construct validity. In criterion validity shows statistical relationship between test score and job performance. Test score job performance. ഇപ്പൊ ഈ ടെസ്റ്റിന് അവർക്ക് ഒരു എംപ്ലോയിക്ക് കിട്ടിയ സ്കോർ, അപ്പൊ ഹൈ സ്കോർ കിട്ടിയ ആള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ് എന്ന് ഉറപ്പിക്കണം അല്ലെ. അത് ആ ഒരു ടെസ്റ്റ് വാലിഡ് ആയിരുന്നു. അപ്പം ഈ ഒരു ടെസ്റ്റിന്റെ സ്കോറും ജോബ് പെർഫോമൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കുന്നത് കൺസ്ട്രക്ഷൻ വാലിഡിറ്റിയിലായിരിക്കും. കണ്ടന്റ് വാലിഡിറ്റി ചെക്ക് വെദർ ടെസ്റ്റ് കവർ ഓൾ ദി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ദ ജോബ്. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ആ ജോബിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റുകൾ നമ്മുടെ ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യം മെഷർ ചെയ്യുന്നതാണ് കണ്ടന്റ് വാലിഡിറ്റി. ഇപ്പോൾ നോക്കിക്കേ, ഒരു ടൈപ്പിസ്റ്റിന്റെ ജോബ് ആണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തണം, അതല്ലേ ഏറ്റവും കോറായിട്ട് നടത്തേണ്ടത്. ഒരു ടൈപ്പിസ്റ്റിന്റെ ജോലിയിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലേ ഏറ്റവും കോറായിട്ട് വേണ്ടേ. അപ്പൊ ആ ടൈപ്പിംഗ് ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അത് പ്രോപ്പർ ആണോ എന്ന് നോക്കുന്നതാണ് കണ്ടന്റ് വാലിഡിറ്റി. ദെൻ കൺസ്ട്രക്ട് വാലിഡിറ്റി മെഷർ വെദർ ദ ടെസ്റ്റ് truly assess the theoretical trait or concept it claims to measure. Construct validity theoretical ആസ്പെക്റ്റുകളാട്ടോ, ടെക്നിക്കൽ അല്ല. തിയററ്റിക്കൽ ട്രൈറ്റുകൾ, ഇപ്പൊ ആ ഒരു ജോലിക്ക് വേണ്ട തിയററ്റിക്കൽ ട്രൈറ്റ്സ് ഉണ്ട്. ആ ട്രൈറ്റ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ഉറപ്പിക്കുന്നതാണ് ഈ കൺസ്ട്രക്ട് വാലിഡിറ്റീസ്. അത് മെഷർ ചെയ്യുന്നതാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി. ഇറ്റ് മെഷർ ദി ടെസ്റ്റ് ട്രൂലി അസസ് ദ തിയററ്റിക്കൽ ട്രേറ്റ് ഓർ കോൺസെപ്റ്റ് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. എക്സാമ്പിൾ നോക്കിക്കേ, എ ലീഡർഷിപ്പ് ടെസ്റ്റ് ആക്ച്വലി മെഷറിംഗ് ലീഡർഷിപ്പ് എബിലിറ്റി. ഒരു ലീഡർഷിപ്പ് ടെസ്റ്റ് നടത്തുമ്പോൾ അത് ആക്ച്വലി ആ ലീഡർഷിപ്പിന്റെ എബിലിറ്റീസ് എല്ലാം മെഷർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ഈ ഒരു കൺസ്ട്രക്ട് വാലിഡിറ്റിയിൽ കൂടെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the amount of net cash from operating activity of A Limited if it has profit before tax 5,90,000, depreciation on property, plant and equipment 4,30,000, depreciation in current asset 30,000, decrease in current liability 85,000 and tax paid 80,000. ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുമുള്ള നെറ്റ് ക്യാഷ് കണ്ടുപിടിക്കണേ. നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേഷൻസ്, ബിസിനസിന്റെ ഡേ ടു ഡേ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ. ഓപ്പറേഷൻസിൽ നിന്നുമുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉണ്ട് അല്ലേ, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ദെൻ എന്തൊക്കെയുണ്ട്? ഡിപ്രീസിയേഷൻ 4,30,000, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് അല്ലെ, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, ടാക്സ് പെയ്ഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം. അപ്പൊ എപ്പോഴും നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 5,90,000. ഇതാണോ ആക്ച്വലി നെറ്റ് ക്യാഷ് ഫ്ലോ? ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ P&L അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാ. P&L അക്കൗണ്ടിൽ യഥാർത്ഥ ക്യാഷ് ഫ്ലോസ് ആണോ കാണാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണോ? അത് മാത്രമാണോ? അല്ല. P&L അക്കൗണ്ടിൽ നോൺ ക്യാഷ് എലമെന്റുകളും എടുക്കുന്നുണ്ട്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഇങ്ങനെയുള്ള എലമെന്റുകളൊക്കെ P&L അക്കൗണ്ടിൽ വരും. അതുകൊണ്ട് ഇത് യഥാർത്ഥ പ്രോഫിറ്റ് ആയിരിക്കത്തില്ല അല്ലെ, യഥാർത്ഥ ക്യാഷ് ഫ്ലോ ആയിരിക്കത്തില്ല ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിലിപ്പോ മറ്റു കാര്യങ്ങളെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഡിപ്രീസിയേഷനും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ എമൗണ്ട്. ഇതല്ല നമ്മുടെ ഒറിജിനൽ ക്യാഷ് ഫ്ലോ. അതിൽ നിന്ന് ഈ കുറെ കാര്യങ്ങളെ നമുക്ക് എലിമിനേറ്റ് ചെയ്തൊക്കെ കളയണം അല്ലെ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണിത്. കാരണം നമ്മുടെ P&L അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, P&L അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാ? ഇവിടെ നമ്മൾ എക്സ്പെൻസുകളും ഇവിടെ നമ്മൾ ഇൻകംസും എഴുതും. അപ്പോൾ ഈ പറയുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ എഴുതി. ദാറ്റ് മീൻസ് നമ്മുടെ
പ്രോഫിറ്റ് ഇത് കുറഞ്ഞു, ഇത്രയും എമൗണ്ടും കൂടെ കുറഞ്ഞിരിക്കുകയാണ് നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലേ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ എമൗണ്ടും കൂടെ കുറച്ചിട്ടുള്ളതാണ് ഈ നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഈ ഇരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 4,30,000 കുറഞ്ഞിട്ടുള്ള എമൗണ്ടാ. ആക്ച്വലി ഇതൊരു ക്യാഷ് ഫ്ലോ അല്ല അല്ലെ, ക്യാഷ് പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനെ തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. നമുക്ക് ഒറിജിനൽ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഈ ഡിപ്രീസിയേഷനെ തിരിച്ച് എന്ത് ചെയ്തു, ആഡ് ബാക്ക് ചെയ്തു. ഇനി ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റുകളുടെ വാല്യൂ കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. കറണ്ട് അസറ്റുകൾ കുറയുമ്പോൾ നമുക്ക് ക്യാഷ് കൂടുവാണോ കുറയുവാണോ? കറണ്ട് അസറ്റ് കുറയുമ്പോൾ ക്യാഷ് കൂടുവോ കുറയുവോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ഇപ്പൊ നമുക്ക് ക്യാഷ് അല്ലാത്ത കറണ്ട് അസറ്റുകൾ, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽ റിസീവബിൾ, ഇതൊക്കെ കറണ്ട് അസറ്റ് അല്ലേ. ഈ കറണ്ട് അസറ്റ് കുറഞ്ഞു എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് അത് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയെന്ന അർത്ഥം. സ്റ്റോക്ക് കുറഞ്ഞു എന്ന് വെച്ചാൽ സ്റ്റോക്ക് വിറ്റു. ഡെറ്റേഴ്സ് കുറഞ്ഞു, ഡെറ്റേഴ്സ് തരാനുള്ളവർ കുറെ പേര് അങ്ങ് തന്നു അല്ലെ. ഇപ്പൊ ഡെറ്റേഴ്സ് 10,000 നമുക്ക് കിട്ടാനുണ്ടായിരുന്നത്. ഈ ഡെപ്റ്റർ ഇപ്പൊ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 1000 ആയി എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് കുറഞ്ഞു. ദാറ്റ് മീൻസ് ബാക്കി 9,000 നമുക്ക് അവർ തന്നു കഴിഞ്ഞാൽ പിന്നെ ഡെറ്ററിന് വിധി വെക്കത്തില്ലല്ലോ. അതേപോലെ ബിൽ റിസീവബിൾ കുറഞ്ഞു എന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടിയെന്ന അർത്ഥം. പൈസ കിട്ടുമ്പോഴല്ലേ അതൊക്കെ കുറയുന്നേ, സ്റ്റോക്ക് വിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ കുറയുന്നേ. അപ്പൊ കറണ്ട് അസറ്റുകൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് ക്യാഷ് കിട്ടി. അതുകൊണ്ട് ഈ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റുകൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. പൈസ കിട്ടിയതാ, പൈസ കൂടുതൽ കിട്ടി, ക്യാഷ് ഫ്ലോസിനെ അല്ലേ നമുക്ക് കാണിക്കണ്ടേ. ഇനി ഡിക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞു. കറണ്ട് ലൈബിലിറ്റി കുറയുമ്പോൾ ക്യാഷ് കിട്ടുവാണോ ക്യാഷ് പോവാണോ? ലോജിക്ക് ഒന്ന് ചിന്തിച്ചേ, ലോജിക്ക് ഓർത്ത് നോക്കിക്കേ. കറണ്ട് ലൈബിലിറ്റി എന്തൊക്കെ വരും? ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടേം ലോൺ ഉണ്ട്, ബിൽ പേയബിൾ ഉണ്ട് അല്ലെ. ഇതൊക്കെ കറണ്ട് ലൈബിലിറ്റി അല്ലേ, നമ്മൾ കൊടുക്കാനുള്ളതാ. ഈ കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുവാണോ ക്യാഷ് കിട്ടുവാണോ? ക്രെഡിറ്റേഴ്സ് നേരത്തെ 10,000 ഉണ്ടായിരുന്നു, ഇപ്പോ 6,000 ആയി ക്രെഡിറ്റേഴ്സ്. ദാറ്റ് മീൻസ് ബാക്കി പൈസ നമ്മൾ കൊടുത്തു അല്ലെ. നമ്മൾ കൊടുക്കുമ്പോഴല്ലേ കറണ്ട് ലൈബിലിറ്റി കുറയുന്നേ, നമ്മൾ കൊടുത്ത് തീർക്കുമ്പോഴല്ലേ. 10,000 ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ക്രെഡിറ്റേഴ്സ് 6,000 ആയി. ദാറ്റ് മീൻസ് 4,000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത് അവരെ അങ്ങ് ഒഴിവാക്കി, സെറ്റിൽ ചെയ്തു. അതേപോലെ ഷോർട്ട് ടേം ലോണുകളും ബിൽ പേയബിളും ഇങ്ങനെയുള്ള കറണ്ട് ലൈബിലിറ്റീസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ കൊടുത്തു തീർത്തു. നമ്മളത് കൊടുത്തു തീർത്താൽ പിന്നെ അത് വീണ്ടും ബാലൻസ് ഷീറ്റിൽ എടുത്തു വെച്ച് കാണിക്കണ്ടല്ലോ. അപ്പൊ ഇത് കുറയുമ്പോൾ അത് കൊടുത്തതിന് തുല്യമാണ്. അപ്പൊ കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞാൽ എന്താണ്? ക്യാഷ് കുറയും. കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞാൽ ക്യാഷ് കുറഞ്ഞു. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് മാറ്റണം. കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ആ കുറെ പേർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തു, അപ്പൊ ക്യാഷ് കുറഞ്ഞു. നമുക്ക് എപ്പോഴും ഈ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് നോക്കുമ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്താണ് നോക്കണ്ടേ? ക്യാഷ് കൂടിയോ ക്യാഷ് കുറഞ്ഞോ, അത് മാത്രം ചിന്തിച്ചാൽ മതി. ക്യാഷ് കൂടിയോ ക്യാഷ് കുറഞ്ഞോ. ഇപ്പോ കറണ്ട് അസറ്റ് കുറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാനുള്ള പൈസകൾ കിട്ടി, അല്ലെങ്കിൽ സ്റ്റോക്ക് വിറ്റു, പൈസ കിട്ടിയെന്ന. അപ്പൊ നമ്മൾ ആഡ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അതേപോലെ കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാനുള്ള പൈസ കൊടുത്തു തീർക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും, അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്യണം. ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ കുറച്ച് മാറ്റേണ്ട ഐറ്റം ആണ്. ടാക്സ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലേ, അപ്പൊ ലാസ്റ്റ് ടാക്സ് കൊടുക്കുന്നതും കൂടെ കുറച്ച് മാറ്റിയാൽ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ സിമ്പിൾ ആ, ഏതൊക്കെ ആഡ് ചെയ്യണം ഏതൊക്കെ ലെസ് ചെയ്യണം എന്ന് അറിഞ്ഞാൽ മാത്രം മതി. ബേസിക് ക്വസ്റ്റ്യനാ, സിമ്പിൾ ചോദ്യമല്ലേ. നോക്കിക്കേ, നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിന്റെ കൂടെ ഡിപ്രീസിയേഷൻ തിരിച്ച് ആഡ് ചെയ്യണം. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റുകൾ ആഡ് ചെയ്തു. അതേപോലെ ഇൻക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റി ലെസ് ചെയ്തു. അതിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 8,85,000 എന്ന് കിട്ടും. 8,85,000. നോക്കിക്കേ, ഏതാ ആൻസർ? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 8,85,000 എന്ന് കിട്ടി അല്ലേ. ഇതാണ് നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സിമ്പിൾ അല്ലേ?
ഇവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് മാത്രം എടുത്താൽ മതി. ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത് മാത്രം ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക ചെയ്താൽ മതി. ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് ആഡ് ചെയ്ത് എന്തുകൊണ്ടാണ്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഒക്കെ കുറച്ച് മാറ്റിയിട്ടുള്ള എമൗണ്ടാണ്. ആക്ച്വലി ഡിപ്രീസിയേഷൻ ഒരു ക്യാഷ് ഫ്ലോ അല്ല, ക്യാഷ് ഔട്ട് ഫ്ലോ അല്ല. അപ്പൊ ആ എമൗണ്ടിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റുകൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് കിട്ടിയെന്ന അർത്ഥം. നമ്മൾ ആഡ് ചെയ്തു. ഡിക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റി. കറണ്ട് ലൈബിലിറ്റി ഇത്രയും ഡിക്രീസ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കൊടുത്തു തീർത്തു എന്ന്. അപ്പൊ അത് നമ്മൾ ലെസ് ചെയ്യുന്നു. ടാക്സ് കൊടുക്കുന്നതും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നിങ്ങൾ കണ്ടോ? നമ്മൾ നേരത്തെ കണ്ടതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതേപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? എക്കണോമിക്സിൽ നിന്നുമുള്ളൊരു ഏകദേശം സിമിലർ ക്വസ്റ്റ്യനാ. ഇതും സിമ്പിൾ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ജസ്റ്റ് ഫോർമുലാസിനെ ഒന്ന് മാച്ച് ചെയ്താൽ മാത്രം മതി. ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ഇവിടെ നമുക്കറിയാം എളുപ്പത്തിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതാ? നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് മാച്ച് ചെയ്ത്, എല്ലാം എളുപ്പമാണ് എന്നാലും വേഗത്തിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം പറഞ്ഞേ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ടോട്ടൽ ബൈ ക്വാണ്ടിറ്റി. ടോട്ടൽ ബൈ നമ്പർ അല്ലേ ആവറേജ്. അപ്പൊ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ചെയ്താൽ മതി അല്ലേ? അപ്പോൾ സി എന്ന് പറയുന്നത് 4 വരണം. സി 4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നേരെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെ കുറെ ട്രിക്കുകളാണ് കേട്ടോ. നമ്മൾ ഓരോന്നും ഇരുന്ന് പയ്യെ പയ്യെ നോക്കി മാച്ച് ചെയ്ത് പോകേണ്ട കാര്യം പോലും ഇല്ല. ഇതിൽ നമുക്ക് ഉറപ്പുള്ള ഒരെണ്ണം മതി. ആ ഒരെണ്ണത്തിന് നമുക്ക് പിടിക്കാൻ പറ്റിയ ബാക്കി നമുക്ക് നോക്കണ്ട അല്ലേ? C4 ആണെന്ന് ഉറപ്പാ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ആണ്. അത് നമുക്ക് ഉറപ്പാണ് C4 ആണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഓപ്ഷൻസിലേക്കേ പോകണ്ട. ഇതങ്ങ് നിങ്ങൾ ക്ലിക്ക് ചെയ്തോണം. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ആൻസറുകൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് റിവ്യൂ, മാർക്ക് ഫോർ റിവ്യൂ ആക്കി ഇട്ടേക്കാം വേണമെങ്കിൽ ഈ ചോദ്യങ്ങളെ. എല്ലാ ആൻസറുകളും ചെയ്ത് കഴിഞ്ഞ് സമയമുള്ളപ്പോൾ ലാസ്റ്റ് നിങ്ങൾ വന്നിട്ട് ഈ റിവ്യൂവിന് വേണ്ടി ഇട്ടതിനെ എടുത്തു നോക്കി നമുക്ക് ഈ ലാസ്റ്റിലുള്ളതും കൂടെ വേണമെങ്കിൽ ഒന്ന് ഉറപ്പ് വരുത്താം, ഒന്ന് ഉറപ്പിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന്, ലാസ്റ്റ് ഓപ്ഷൻസ് കൂടെ ബാക്കി ഒന്ന് ഉറപ്പിക്കാം. ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി ഈ മാർജിനൽ യൂട്ടിലിറ്റീസിന്റെ എല്ലാം ടോട്ടൽ ആണ് അല്ലെ? മാർജിനൽ യൂട്ടിലിറ്റി 1, 2 അങ്ങനെ n വരെ ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റീസിന്റെ ടോട്ടലിനെ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മാർജിനലിന്റെ എല്ലാം ഇക്വേഷൻസ് നമുക്കറിയാം. ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി n മൈനസ് 1 ആണ് അല്ലെ മാർജിനൽ യൂട്ടിലിറ്റി. ഒരു അഡീഷണൽ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ്. നോക്കിക്കേ, ടോട്ടൽ യൂട്ടിലിറ്റി, ഇറ്റ് ഇസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എ കൺസ്യൂമർ ഗെറ്റ് ഫ്രം കൺസ്യൂമിങ് എ സർട്ടൻ നമ്പർ ഓഫ് യൂണിറ്റ്സ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നതായിട്ട് സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സർട്ടൻ നമ്പർ ഓഫ് യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ പറയാം. മാർജിനൽ യൂട്ടിലിറ്റി മീൻസ് അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ഗെയിൻഡ് ഫ്രം കൺസ്യൂമിങ് 1 more unit of product. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്, പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ദെൻ മാർജിനൽ കോസ്റ്റ് എക്സ്ട്രാ കോസ്റ്റ് ഇൻകേർഡ് ബൈ പ്രൊഡ്യൂസിങ് 1 more unit. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റുകളാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം കൂടെ നോക്കിക്കേ, സിമ്പിൾ ആണ്. വിച്ച് ഇൻ AS സ്പെസിഫിക്കലി ഡീൽസ് വിത്ത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് ആ നമ്പറിങ്സ് പഠിച്ചോണം. ASഉം IND-ASഉം IFRSഉം എല്ലാം കൃത്യമായിട്ട് അതിന്റെ നമ്പറിങ്സ് പഠിച്ചോണേ. ഇപ്പൊ ഏത് IND-AS ആണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? നമുക്കറിയാം IND-AS 110 ആണ് അല്ലെ? IND-AS 110 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി പറയുന്നത്. IND-AS 29 എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻസ് ആണ്, എക്കണോമീസ് ആണ്. 101 ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IND-AS 110 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. IND-AS 41 അഗ്രികൾച്ചർ ആണ്. IND-ASഉം IFRSഉം ഏകദേശം ഒരേപോലെ നെയിംഡ് ആൻഡ് നമ്പേർഡ് ആണ്. അത് കൃത്യമായിട്ട് ഒരുമിച്ച് വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നോക്കാം. താങ്ക്